നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. തുടക്കത്തില് ആരും അറിയാതെ നശിപ്പിക്കാനുള്ള എന്തെങ്കിലും മരുന്ന് കിട്ടില്ല ആന്റി? മോക്ക് ഈ സംശയം തോന്നിയിട്ട് ഇപ്പൊ എത്ര ദിവസമായി? ലക്ഷണം കണ്ടിട്ടൊരു 2 ദിവസമേ ആയുള്ളൂ. പക്ഷെ ഈ മാസം അപ്പൊ 1 മാസം കഴിഞ്ഞതായിട്ട് കണക്ക് കൂട്ടാം, കുഴപ്പമില്ല. ചിലപ്പോ പപ്പായോ പൈനാപ്പിളോ തിന്നാ അതങ്ങ് പോക്കോളും. മെഡിക്കൽ സ്റ്റോറിൽ പറഞ്ഞ് ആന്റിക്ക് എന്തെങ്കിലും ഒരു ടാബ്ലറ്റ് വാങ്ങിത്തരാൻ പറ്റുമോ? ചോദിച്ചു നോക്കാം. ഇവിടുത്തെ കടയിൽ പോയ ആ പെണ്ണൊരു 100 ചോദ്യം ചോദിക്കും. നമുക്ക് ആദ്യം നാട്ടുവൈദ്യം നോക്കാം. അതിന് ഇത്തരം സാധനങ്ങളൊക്കെ എവിടെ നിന്ന് കിട്ടും? ഞാൻ പോയി വാങ്ങിച്ച സംശയിക്കും. മോൾ എന്തിനാ വാങ്ങിക്കുന്നേ? പപ്പായ എന്റെ വീട്ടിൽ ഇഷ്ടം പോലെ കാച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ ഒരു പൈനാപ്പിളും കൂടി ഞാൻ അങ്ങ് വാങ്ങിച്ചോണ്ട് വരാം. മോള് ധൈര്യമായിട്ടിരിക്കും. ശരി ആന്റി. പിന്നെ വിളിച്ചേച്ച് എന്തെങ്കിലും ചോദിച്ചാ ഒന്നും വിട്ടു പറയണ്ട. ആ ശരി മോളെ. മാഷേ 900 ശരി മാഷേ. ശരി. മാഷേ. എന്താ വേണു? സുഖല്ലേ മാഷേ? ഇപ്പൊ കാണാനില്ലല്ലോ തന്നെ. എവിടെ ജോലി? സുകേശ മുതലാളിയുടെ പണയ കമ്പനി തന്നെ ഉണ്ട് മാഷേ. ആണോ? ഞാനിപ്പോ ആ വഴിക്കൊന്നും അധികം വരാറില്ല. സുഖാണല്ലോ അല്ലേ? ഇങ്ങനെ പോണു മാഷേ. മാഷിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും ഇതുവരെ തീർന്നില്ലല്ലേ? സാമ്പത്തിക പ്രശ്നം അല്ല, അനന്ത മാഷ് വീട് വെക്കാൻ പോകുന്നെന്ന് സുകേശ മുതലാളി ആരോടെ പറയുന്നത് കേട്ടു. അത് കുറച്ചു മുമ്പായിരുന്നു. അന്ന് ചില സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറി വീണു. ഭാഗ്യത്തിന് വീട് വെക്കേണ്ടി വന്നില്ല. പിന്നെന്തിനാ മോള് കെട്ടുതാലി കൊണ്ടുവന്ന് പണയം വെച്ചേ? കെട്ടുതാലി പണയം വെച്ചോന്നു? ഏത് മോള്? വേണുവിന് ആള് മാറിയതാവും. അല്ല മാഷേ, എനിക്ക് മാഷിന്റെ 5 മക്കളെ നന്നായി അറിയാം. മാഷിന്റെ 3ാമത്തെ മോള താലി കൊണ്ടുവന്ന് പണയം വെച്ചേ. എന്താമ്പളി, ഈ മാസം ഈ വീട്ടിലാരും ഭക്ഷണം കഴിക്കില്ലെന്ന് നീ തീരുമാനിച്ചു? 4-5 സാധനങ്ങളല്ലേ ഇതിൽ എഴുതിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ അച്ഛന്റെ ചീരുമോള് ഇന്നലെ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്. സരോജിനി ആന്റിയുടെ മോൾക്ക് ട്രീറ്റ്മെന്റിന് കുറച്ച് കാശ് ചോദിച്ച് ഇവിടെ വന്നായിരുന്നു. അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ഞങ്ങളുടെ കയ്യിലും കാശൊന്നുമില്ല. അപ്പോഴാ ചീരുവിന്റെ അക്കൗണ്ടിൽ കുറച്ച് കാശുള്ള കാര്യം ഓർത്തത്. അത് ATM-ൽ നിന്ന് എടുത്തു കൊടുക്കാൻ പോയപ്പോ ചീര ഇവിടേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചെന്നേ ഉള്ളു അച്ഛൻ. ആ താലിയുടെ മുദ്ര മാറ്റിവെച്ച് മാല മാത്രം പണയം വെച്ചാ പോരെന്ന് ഞാൻ ചോദിച്ചതാ. പക്ഷെ സമ്മതിച്ചില്ല. ഒരുമിച്ച് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. ആ കുട്ടി ഭർത്താവുമായിട്ട് പിണങ്ങി വന്നോണോ പക്ഷെ? ഏയ്, അതൊന്നുമല്ല. ആ സരോജിനി കുറച്ച് കാശ് കടഞ്ഞു വെച്ച് വീട്ടിലേക്ക് വന്നിരുന്നു. അപ്പൊ ഞാനവിടെ ഉണ്ടായിരുന്നില്ല. എന്തോ ഹോസ്പിറ്റലിൽ കേസായതുകൊണ്ട് ചീരുമോള് പെട്ടെന്ന് പൈസ കൊടുക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തതാവും. ഒരു സ്ത്രീ കൂടി ഉണ്ടായിരുന്നു. എന്തായാലും താലി പണയം വെക്കേണ്ടതില്ലായിരുന്നു മാഷെ. ഇപ്പോഴത്തെ കുട്ടികളല്ലേ വേണു, അവർക്ക് ലക്ഷ്യമാണ് പ്രധാനം, മാർഗമൊന്നുമല്ല. എന്നാ ഞാൻ പോട്ടെ. ശരി. 1-2 സാധനങ്ങൾ കൂടി അപ്പുറത്തെ കടകളിൽ നിന്ന് വാങ്ങാനുണ്ട്. ശരി മാഷെ. എന്നാ പിന്നെ ശരി വേണു. ഇൻവിറ്റേഷൻ കാർഡിന്റെ മോഡൽ സെലക്ട് ചെയ്തതൊക്കെ അച്ഛനും അമ്മയും കൂടെയാ. ഇനി ഇതിലെന്തെങ്കിലും ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ പറയണം. 1/2 മണിക്കൂർ കഴിഞ്ഞാൽ പ്രിന്റ് ചെയ്യാൻ തുടങ്ങും. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. അച്ഛന്റെ അമ്മയുടെ സെലക്ഷൻ അല്ലേ. ഞാൻ കൊള്ളില്ലെന്ന് പറഞ്ഞാ അത് അമ്മയ്ക്ക് വിഷമാവും. അത് അമ്മ ഉടനെ അച്ഛനെ വിളിച്ചു പറയും. അതെ, പാവം അച്ഛനെ യാത്രക്കിടയില് സങ്കടപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ ഏട്ടാ.
ശരിയാ ശരിയാ. ആഹാ. അയ്യടാ, നീ ഇത് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാലും ഞാനത് അച്ഛനെ അറിയിക്കാൻ പോകുന്നില്ല. കാരണം ഈ കാർഡേ എന്റെ സെലക്ഷനാ. ആ അത് മതി. വെറുതെ അല്ല ഇതൊരു പഴഞ്ചനായത്. അതെനിക്കും തോന്നി. മൊത്തത്തിൽ ഒരു ഭക്തിയുടെ നിറവുണ്ട് ഈ കാർഡിന്. ആ. എന്റെ അമ്മേ, എന്നു മുതലാണ് ഈ കല്യാണം ക്ഷണിച്ചു തുടങ്ങുന്നത്? അച്ഛൻ വീണ്ടും ചെന്നൈക്ക് പോയിരിക്കല്ലേ? ശരിക്കും ചെന്നൈ ഓഫീസിൽ എന്താ ഏട്ടാ പ്രശ്നം? അവിടുത്തെ ഓഫീസ് ചിലപ്പോൾ മാറേണ്ടി വരും. അത് വേണമെങ്കിൽ ഞാൻ പോയി ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞ അച്ഛനോട്. പക്ഷെ കേക്കട്ടെ നിങ്ങളുടെ കെട്ടിയോൺ. നിന്നെ വിടണ്ടാന്നേ ഞാനും കൂടിയാ പറഞ്ഞത്. നീയേ ഇവിടുന്ന് എങ്ങും പോവണ്ട. ചെന്നൈ ഓഫീസ് പൂട്ടുന്നുണ്ടെങ്കിൽ അങ്ങ് പൂട്ടട്ടെ. നമുക്ക് ബാക്കിയുള്ള ബിസിനസ് ഒക്കെ മതി ഗോകുലേ. എന്നാ പിന്നെ അച്ഛനോട് പോകണ്ട നമുക്ക് പറഞ്ഞൂടെ? ഇവിടെ എന്നേക്കാൾ കൂടുതൽ കാര്യം ചെയ്യേണ്ട ആൾ അച്ഛനല്ലേ? ആ ആ രാഹുൽ ഇവിടെ വന്ന് വഴക്കുണ്ടാക്കി പോയതിനു ശേഷം അവന്റെ വീട്ടുകാരെ നമ്മളൊന്നും വിളിച്ചിട്ട് പോലുമില്ല. ആ, അവരിങ്ങോട്ടും വിളിച്ചിട്ടില്ലല്ലോ. ഇക്കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് സംസാരിച്ച് തീർക്കണ്ടേ? ഇൻവിറ്റേഷൻ കിട്ടിയിട്ട് അവിടെ പോയി സംസാരിക്കാന്നല്ലേ അച്ഛൻ പറഞ്ഞത്? അത് ഇന്ന് കിട്ടിയല്ലേ ഉള്ളൂ. അച്ഛൻ എന്തായാലും 2 ദിവസത്തിൽ കൂടുതൽ ചെന്നൈയിൽ തങ്ങില്ല. അതെ, അച്ഛൻ വന്നാ പിന്നെ നിന്റെ എൻഗേജ്മെന്റിന്റെയും ഇന്ദുന്റെ കല്യാണത്തിന്റെയും പുറകെ തന്നെ ആയിരിക്കും. ആ, അച്ഛനെ ഇറങ്ങിയ പിന്നെ കാര്യങ്ങളൊക്കെ വേഗം നടക്കുമല്ലോ. എന്നാ പിന്നെ അച്ഛൻ പറയട്ടെ. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. പോരെ? ഇൻവിറ്റേഷൻ ഓക്കെ എന്ന് പറയട്ടെ. ശരി ഏട്ടാ, പറഞ്ഞോ. അതാണ്. അപ്പൊ ഞാൻ അവരെ ഒന്ന് വിളിച്ചു പറയാം. നടക്കട്ടെ. അമ്മയുടെ സെലക്ഷൻ മോശമൊന്നും അല്ല കേട്ടോ. ഞാൻ ചുമ്മാ പറഞ്ഞതാ. ആണോ? കൊള്ളാം കൊള്ളാം. ആയിക്കോട്ടെ. ലതികേ, 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 ആ, ലതികേ, ആദ്യം വരുന്നേട്ടാ. ലതികേ, ദാ വരുന്നു. ലതികേ, ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താ ഏട്ടാ? നമ്മുടെ വിനയന് ജാമ്യം കിട്ടി. ഈശ്വര ഭഗവാനെ, എന്റെ പ്രാർത്ഥന നീ കേട്ടല്ലോ. ആ, ഏട്ടാ, എന്റെ മോൻ എപ്പെത്തും? നമുക്ക് തിരുവനന്തപുരത്ത് പോയി അവനെ കൂട്ടിക്കൊണ്ടു വന്നാലോ? ഏയ്, അതൊന്നും വേണ്ട. കോടതിയിൽ നിന്ന് ജയിലിൽ പേപ്പർ എത്തി അവിടുത്തെ നടപടികൾ കഴിയുമ്പോഴേക്കും സമയം രാത്രിയാവുമെന്ന് വക്കീൽ വിളിച്ചു പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വിനയൻ നാളെ കാലത്ത് എവിടെ എത്തും? വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ ഏട്ടാ, അവൻ തനിച്ച് വന്നോളൂ. ആ, അതൊക്കെ അവൻ വന്നോളും. വിനയൻ അവിടുന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞാ നീ അവനെ ഒന്ന് കൺട്രോൾ ചെയ്താൽ മതി. പഴയതുപോലെ വീണ്ടും ഉടായ്പൊക്കെ ആയിട്ട് നടന്നാല് അവന്റെ ജന്മം തന്നെ കട്ടപ്പുകയായി പോകും. എനിക്ക് പറയാനല്ലേ പറ്റൂ ഏട്ടാ, അവനെ പിടിച്ച് കെട്ടിയിടാൻ പറ്റൂ? ഏട്ടൻ ഇവിടെ ഉള്ളതാ എന്റെ ഏക ആശ്വാസം. ആ, അവൻ ഇനിയെങ്കിലും നേരാൻ വഴിക്ക് വരികയാണെങ്കിൽ നമുക്ക് ചീരുവിനെ ഒന്ന് പോയി കണ്ടു നോക്കാം. അവൾക്കും അവളുടെ കുടുംബത്തിനും ദയ തോന്നിയാലേ കേസിൽ നിന്ന് വിനയൻ എന്തെങ്കിലും ശിക്ഷയിളവ് പോലും കിട്ടും. അവര് കോടതി സ്ട്രോങ് ആയിട്ട് നിന്നാ 3 വർഷമെങ്കിലും വിനയൻ ജയിലിൽ കിടക്കേണ്ടി വരുമെന്നാ വക്കീല് പറഞ്ഞത്. ഈശ്വര, മറ്റുള്ളവർക്ക് അതിലും കൂടും. ചില്ലറ കളിയല്ലല്ലോ അവര് കളിച്ചത്. വിനയന് ജാമ്യം കിട്ടിയ കാര്യം ചീരു അറിഞ്ഞു കാണൂ ഏട്ടാ. ഞാനൊന്ന് വിളിച്ച് സൂചിപ്പിച്ചാലോ? വേണ്ട വേണ്ട വേണ്ട, അവൻ ആദ്യം ഒന്നിങ്ങ് വന്നോട്ടെ. വിനയന് ജാമ്യം കിട്ടിയ കാര്യം അവരും അറിഞ്ഞു കാണും. രഘുവേട്ടൻ എന്നെ ഇപ്പൊ വിളിച്ചു പറഞ്ഞതാ. നിനക്ക് പേടിയുണ്ടോ ചിരു? ഏയ്, എനിക്കെന്ത് പേടി?
ആകെ മുങ്ങിയ കുളിരിലെന്ന് പറയുന്ന പോലെ എന്റെ അവസ്ഥ. അയാളല്ല എനിക്ക് പേടി. അയാൾ എന്നിൽ അവശേഷിപ്പിച്ച ജീവനെ ഓർത്ത.